ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നോമ്പും പെരുന്നാളും ലീവും വിരുന്നും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മൈദപ്പം അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു വൈറൽ എഗ് റെസിപ്പി ഉണ്ടായിരുന്നില്ലേ, അതിഥി റോയ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റെസിപ്പിയും കൂടെ ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് മൈദപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവൊന്ന് റെഡിയാക്കുകയാണ്. മൈദപ്പം ആകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് രാവിലെ തലേന്ന് വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാണ്ട് കിടന്ന് നമ്മൾ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ഡൗട്ടിലിരിക്കും അല്ലേ. ഞാൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നുകിൽ പൊടി കലക്കി ഒഴിച്ചിട്ടുള്ള ആ ഒരു സേപ്പ് ഉണ്ടല്ലോ അതുണ്ടാക്കും, അതല്ലെങ്കിൽ ഇതുപോലെ മൈദപ്പം ഉണ്ടാക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഈ ഒരു അപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈറൽ എഗ് റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സവാളയും തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സംഭവം സിമ്പിളാണ് കേട്ടോ. നിങ്ങളും ഈ ഒരു ഐറ്റം കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിന് മുന്നേക്ക് ഒരുപാട് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. നമുക്ക് രാവിലെയൊക്കെ ചപ്പാത്തിൻ്റെയും ദോശൻ്റെയും ഒക്കെ കൂടെ പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ മസാലയിലേക്ക് ചേർക്കാനായിട്ട് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇടികല്ലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചെടുക്കുക. ഇത് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം നെയ്യൊന്നും ചേർത്ത് കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്താണ് കേട്ടോ. പിന്നെ ആ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടെ ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ സ്പൈസസ് ഒന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല. ഇനി ഇതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. മുകളിലായിട്ട് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ മൈദപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് സൈഡായിട്ടുള്ള എഗ് ഡിഷും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചായയും കൂടെ റെഡിയാക്കണം. എനിക്ക് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് പൊടി ഇട്ടിട്ട് കുറച്ച് മധുരം ഇട്ടിട്ട് ഒരു പാകത്തെ ചൂടിൽ കുടിക്കാൻ വേണ്ടിയിട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മക്കളൊക്കെ മദ്രസയ്ക്ക് പോയിക്കാണ് കേട്ടോ. ഞാൻ രാവിലെ ഓരോ മദ്രസയ്ക്ക് വിടണ ആ ഭാഗമൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ നൈഷക്കുട്ടിനെ വീണ്ടും മദ്രസയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ അവളെ മദ്രസയിലാക്കിയതായിരുന്നു. പക്ഷെ പിന്നെ ഓള് രാവിലെ എണീറ്റ് പോയി ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം അങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ആയപ്പോൾ മദ്രസ നിർത്തിയതായിരുന്നു. പിന്നെ ഇപ്രാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടിന് കോഴികളും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ പൂവൻ എനിക്ക് നല്ല പേടിയാണ്. കാരണം അത് എല്ലാവരും കൊത്താൻ വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ നമ്മുടെ വീട്ടിനൊരു കാവൽക്കാരനെ പോലെയാണ് കേട്ടോ. ഒറ്റ ഒന്നിനും അങ്ങോട്ട് കയറാനായിക്കൂല, കൊത്താൻ ചെല്ലും. എന്നെ കൊത്താറുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഒരിക്കൽ ഞാനും ചെന്നപ്പോൾ എൻ്റെ പുറകെ ഓടി. അതിന് ശേഷം എനിക്ക് അതിനെ ഭയങ്കര പേടിയാട്ടോ. രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഒരു നാടൻ മത്തി വറ്റിച്ചതും ക്യാബേജ് തോരനും പിന്നെ മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ആക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണ്. അപ്പോൾ മത്തി വറ്റിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയിലേക്ക് ഞാനിതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഒരു ഇത്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി മീനിൽ അങ്ങനെ ചിലരൊന്നും ചേർക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അധികം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ മത്തിയിൽ നല്ല കൈവച്ച് ഞരടി മിക്സ് ചെയ്ത് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മത്തിയിലേക്ക് ചേർക്കാനായിട്ട് ഒരല്പം പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം.
പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ മത്തി ആ പുളിയിലൊന്ന് വറ്റിച്ചെടുക്കാം. കൂടെ പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നതുകൊണ്ട് അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ക്യാബേജ് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനിടയ്ക്ക് നൈഷുക്കുട്ടി ഇതാ ഒറ്റക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, അവളുടെ മുടി കെട്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഓരുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ. അങ്ങനെ നൈഷുക്കുട്ടിൻ്റെ അനുക്കുട്ടിൻ്റെ മുടി കെട്ടുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ രണ്ടാളും എന്നോടൊന്നും പറയാണ്ട് പോയിട്ട് ഒരു രണ്ടാളും ഒരുമിച്ച് ഓരെന്നെ സ്വന്തം കുളിച്ച് വന്നിക്കുകയാണ്. ഇനിയിപ്പോൾ മാങ്ങാ ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മുറ്റത്തെ മാവിൽ ഇപ്രാവശ്യം നന്നായി മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ താഴെയുള്ള കൊമ്പിലുള്ള മാങ്ങ ഞാൻ കുട്ടികളെ ഇറക്കാനേ സമ്മതിക്കില്ല. കാരണം നമുക്ക് കൈ എത്തി പിടിച്ചെടുക്കാൻ പറ്റണതല്ലേ, അതിങ്ങനെ താഴെ തൂങ്ങിക്കിടക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ആ താഴെയുള്ള കൊമ്പിലെ മാങ്ങ ഓരോന്നും വലുതായി വരുന്തോറും കൊമ്പ് താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരാണ്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ ഞാൻ അതിലെ കുറേ മാങ്ങ പറിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈഷമ്മ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം മക്കൾക്ക് വെക്കേഷൻ അല്ലേ, എന്ന് നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ പാട്. മക്കളൊക്കെ എന്ത് പറയണു? അല്ല, ഇവിടെ ഇടക്കൊക്കെ ഭയങ്കര അടിയും ബഹളമായിരിക്കും, ഇടക്ക് ഭയങ്കര ശാന്തതയാണ് കേട്ടോ. ഇപ്പം ഞാനെന്താ ചെയ്യുക വെച്ചാൽ കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് കേട്ടോ ചെയ്യാൻ. ഇവിടെ 3 പേർക്കും 3 തരം ഇഷ്ടങ്ങളാണ് കേട്ടോ. 3 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഒന്നെങ്കിൽ ഫോണോ ലാപ്ടോപ്പോ കയ്യിൽ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ 3 ആളോട് സൈലൻ്റ് ആയിട്ടിരുന്നോളൂ. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും മാക്സിമം അവർക്ക് കൊടുക്കാറില്ല കേട്ടോ, തീരെ കൊടുക്കാതിരിക്കൂല. എന്തെങ്കിലും ഇപ്പോൾ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. അനുക്കുട്ടിക്കും സോനുവിനൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു കുറേ ചിത്രം വരക്കും, പെയിൻറ്റിങ്. നൈഷുക്കുട്ടിയും കൂടി, നൈഷുക്കുട്ടിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ, വീട്ടു ജോലികൾ ചെയ്യാനാ. ഓളിൻ്റെ കൂടെ അടിച്ചു വാരുകയും തുടയ്ക്കുകയും പാത്രം കഴുകുകയും കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടു അങ്ങനെ കൂടെ നിൽക്കും കേട്ടോ. ഓൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഓർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഓലെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വൈകിട്ട് ഞാനും അനുക്കുട്ടിയും കൂടെ അനുവിനൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അനുക്കുട്ടീൻ്റെ ചെരുപ്പ് പൊട്ടി, അപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി വന്നതേനു. അത് കഴിഞ്ഞ് പിന്നെ സോനുവിൻ്റെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റുഡിയോയിൽ പോയിട്ടൊന്ന് എടുത്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫോട്ടോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേനു. അങ്ങനെ ഞാനും അനുക്കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. സോനുവിൻ്റെ ഫോട്ടോ ഞാൻ ഫോണിലെടുത്ത് വന്നതേനു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കണ്ടില്ലേ, മിഠായിക്ക് വേണ്ടിയിട്ട് കാത്തിക്കാണ് കേട്ടോ. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ലിസ്റ്റാണ് തരും കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും സോനും നൈഷുകുട്ടിയും കൂടിയിട്ട് ചിക്കൻ മാഗി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. ഇനിയിപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് നമ്മുടെ നൈഷുമാൻ്റെ കോൺവെക്കേഷൻ സെറിമണി ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നൈഷുക്കുട്ടി കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾ തലേ ദിവസം ഉറക്കമൊഴിച്ച് കാത്തിരിക്കരുന്നു ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. അവൾക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം പോലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം സോനുവിനെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് പെരിന്തൽമണ്ണ IHRDയുടെ കീഴിലുള്ള ടെക്നിക്കൽ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോനുവിനെ അവിടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണത്.
പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റോട്ടിൽ പോളിടെക്നിക് ഇല്ലേ, അതിൻ്റെ കുറച്ച് തൊട്ട് മുന്നായിട്ട് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ IHRDയുടെ ഈ ഒരു ടെക്നിക്കൽ സ്കൂളുള്ളത്. അപ്പോൾ അതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഞാനും ഇവിടെ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് സോനുവിനെ ഇങ്ങോട്ട് മാറ്റാനുള്ളൊരു കാരണം എനിക്ക് ഈ ഇലക്ട്രോണിക്സും അതിൻ്റെ പഠനങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ 8 മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ്. 8, 9, 10, +1, +2 അങ്ങനെയാണുള്ളത്. അപ്പോൾ ആ ഒരു താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ പഠനത്തോടൊപ്പം ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റണത് കേട്ടോ. എനിക്ക് താല്പര്യമുള്ളൊരു ഏരിയ ആയതുകൊണ്ട്. സ്കൂളിലെത്തി അഡ്മിഷൻ എടുത്തു, പ്രിൻസിപ്പൾ അടുത്തൊക്കെ സംസാരിച്ചു. ഷബീർ സാറാണ് കേട്ടോ അവിടെ പ്രിൻസിപ്പൾ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് IHRDയുടെ ടെക്നിക്കൽ സ്കൂളൊക്കെ. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ സ്കൂളിലൊക്കെ പഠിച്ചൊരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അങ്ങനെ എന്താണെങ്കിലും അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ബസ്സിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്